കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ നട തുറന്നു കേട്ടോ. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ പൊന്നുണ്ണി കണ്ണന്റെ കളഭാലങ്കാരം ഒന്ന് കാണാൻ നല്ല കൗതുകമുണ്ട്. തടിച്ചുരുണ്ട് മിടുമിടുക്കനായിട്ട് ഒരു ഉണ്ണി, നല്ല കൗതുകമുണ്ട് കാണാൻ തന്നെ. എന്തൊരു കൗതുകാന്ന് പറയാൻ വയ്യ, എത്ര കൗതുകമുണ്ട്. രണ്ട് കാലും പിണച്ചു വെച്ചിട്ടുണ്ട്. പിണച്ചു വെച്ച രണ്ട് കാലുമില്ല അതാ പൊന്തളകൾ ചാർത്തിയുണ്ട്, വീതിയുള്ള പൊന്തളകൾ. അതൊക്കെ നല്ല ഭംഗിയാ കാണാൻ ദൂരെ. അതുപോലെ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. ഇങ്ങനെ മണിയായിട്ട് നല്ല രസമായിട്ട്. ആ കിങ്ങിണിയുടെ മുളന്ന് ഞാത്തുകൾ, രണ്ട് തൊടയുടെ മുളയ്ക്ക് ഇങ്ങനെ ഞാത്തുകൾ വട്ടത്തിൽ ഇങ്ങനെ കീഴ്പ്പെട്ട നല്ല രസം. അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ ആ കുഞ്ഞെന്താ നല്ല ഭംഗിയുള്ള ഒരു പതക്കം പോലത്തെ ഒരു മാല. പതക്കം എന്ന് പറഞ്ഞാൽ നടുവിൽ പതക്കം വരും, അപ്പുറത്തിങ്ങനെ മണിയായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മാല. പിന്നെ അതിന്റെ നടുവില് ഒരു വേറൊരു പതക്കം, പിന്നെ കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഉണ്ണി കാണാൻ. കൈവളകള്, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതൊക്കെ നല്ല വീതിയുള്ള ഇതായിട്ടാണ്, നല്ല രസം. എല്ലാം തിളങ്ങുന്നുണ്ട് നെയ്വിളക്കിന്റെ ശോഭയിലായിട്ട്. നല്ല ഭംഗിയാ ഉണ്ണിക്കണ്ണനെ കാണാൻ തന്നെ. നല്ല രസമായിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് നിൽക്കണം ഉണ്ണിക്കണ്ണൻ. രണ്ട് കൈയോട് കൂടി പൊന്നോടക്കോളിൽ ചുണ്ടോട് അടുപ്പിച്ച് വെച്ചിട്ട് വേണം കാണുമ്പോഴേക്കും. ലേശം വലിയ ഓടക്കോള തന്നെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഉണ്ണീനെ കണ്ടാലും അത് അടിച്ചുകൊണ്ട് വലിയ ഒരാൾ തന്നെയാണ്. ഇതാ കുഞ്ഞി ഉടക്കാതെ വലിയൊരു ഓടക്കോളില് വേണം ചുണ്ടോട് അടുപ്പിച്ച് വെച്ച് നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടാണ് വേണ് ഗാനം പഠിക്കുന്നത്. നല്ല കൗതുക, പുഞ്ചിരിയൊക്കെ കാണാൻ നല്ല കൗതുക. ചാർത്തിയത് കാണാൻ നല്ല ഭംഗിയുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല, അത്ര ഭംഗിയുണ്ട് കാണാൻ. ചെവിയിലെ ചെവിപ്പൂക്കള്, നെറ്റിമിലെ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോടു കൂടി വേണ് ഗാനം പഠിക്കുക. നല്ല ഭംഗിയുള്ള ഒരു മുരളീധരനാണ് നിക്കണത് കാല് പിണച്ചു വെച്ചിട്ട്. നല്ല കൗതുകത്തിൽ മിടുമിടുക്കനൊരു ഉണ്ണി. പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിന്റെ മുകളിൽ രണ്ട് തിരുമുടി മാലകള്. ഒന്ന് വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ടുള്ള ഒന്ന്, പിന്നെ ഒന്ന് തെച്ചിയും തുളസിയായിട്ടുള്ള ഒന്ന്. അങ്ങനെ രണ്ട് തിരുമുടി മാലകള്. ഇതുപോലെ കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല, രണ്ടുണ്ടമാലകൾ ചാർത്തിയിട്ട്. ഒന്ന് താമരയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ള ഒരു ഉണ്ടമാല, തടിച്ചൊരുണ്ട ഉണ്ടമാല. മറ്റത് എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവും തെച്ചിയും തുളസിയായിട്ട് അങ്ങനെ ഇടാറുണ്ട്. അങ്ങനെ രണ്ട് തരം ഉണ്ടമാലകളാ ചാർത്തിരിക്കണം. അതൊക്കെ കൗതുകമുണ്ട്. രണ്ട് ഉണ്ടമാല, ഈ ഉണ്ണി തടിച്ചുരുണ്ട, അതുപോലെ നല്ല തടിച്ചുരുണ്ട ഉണ്ടമാലകൾ. അത് ഉണ്ണിക്ക് ചാർത്തിയാൽ തന്നെ ഉള്ള ഒരു കൗതുകം ഉണ്ടല്ലോ, നോക്കി നിന്നാൽ മതിയാവില്ല. കൗതുകമായാണ്. അകത്തേക്കൊക്കെ നോക്കിയാൽ തന്നെ ഈ നെയ്വിളക്കിന്റെ ശോഭയിൽ അകത്തിളങ്ങാന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ തിളക്കങ്ങൾ, വീതികൾ ഇതൊക്കെ ഇട്ടിട്ട്, പിന്നെ ആഭരണങ്ങളും എല്ലാം ഇങ്ങനെ തിളങ്ങിക്കൊണ്ടായിരിക്കുന്നത്. കണ്ണന്റെ പുഞ്ചിരി അതുപോലെ നല്ല തിളക്കം, നല്ല കൗതുകം ഉണ്ണി കണ്ണനെ കാണാൻ. അതുപോലെ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ള തന്നെ, വെളുത്ത പൂവ് മാത്രമായിട്ട് 2 തുളസി പൂണ്ടിട്ട് അതിൻ്റെ ഇടയിൽ കുറേശ്ശായിട്ട് അങ്ങനെ. പിന്നെ താമരയും തുളസിയായിട്ട് 2, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസി പൂ കൊണ്ടുള്ളത് 2. അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചേർത്തി. ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷമാണ്. ഈ ഉണ്ടമാലകളുടെ, തിരുമുടി മാലകളുടെ ഒക്കെ നടുവിൽ കാല് മണച്ച് വെച്ചിട്ട് ഒരു മിടുക്കൻ, ഒരു 2-2.5 വയസ്സ്, നല്ല കൗതുകം, അങ്ങനെ നിൽക്കാറൊക്കെ ആയിരിക്കണം. അങ്ങനെ മിടുക്കനായിട്ടൊരു ഉണ്ണി, നല്ല തടിച്ചുരുണ്ട് മിടുക്കൻ എന്ന് തന്നെ പറഞ്ഞാൽ പറയാം. മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി. എന്തൊരു സന്തോഷം അറിയോ കാണുമ്പം തന്നെ. ഒരു തങ്കക്കുടം തന്നെയാണ് ശ്രീലകത്ത് നിൽക്കണത് കേട്ടോ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. വെളുത്ത പാലാഴിയിൽ നിന്നു പൊങ്ങി കറുത്ത വർണ്ണത്തിലൊരാഭ്രഭ പങ്ക്തി ഗോവർദ്ധനത്തിൻ ശിഖരത്തിലേക്കു കാണുന്ന മനോമയൂരം തൻവായ് മലർച്ചെപ്പിലടച്ചിടാനാ ഉണ്ണിക്കരത്താൽ ജനനീ സ്തനങ്ങൾ കംസാരി മുൻകൂട്ടി ഉയർത്തി നോക്കി ഗോവർദ്ധനോദ്ധാരണം അഭ്യസിച്ചു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ പൊന്നോടക്കോളിൽ വിളിച്ച് മുരളീധരനായിട്ട് ശ്രീലകത്ത് നിൽക്കണം. നല്ല കൗതുകമുണ്ട് കാണാൻ. ആ മിടുമിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണന്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക. ആ പിണച്ചു വെച്ചിരിക്കുന്ന 2 തൃപ്പാദം മുറുകെ പിടിച്ച്, ഭക്തന്മാരായ നമുക്കുള്ളതാണ് അത് 2 തൃപ്പാദം മുറുകെ പിടിക്കാൻ. നമുക്ക് മുറുകെ പിടിച്ച ആ തിരുമുഖം നോക്കുക, എന്താ പുഞ്ചിരി തൂക്കി നിൽക്കണത്. മിടുമിടുക്കനൊരു ഉണ്ണി. ആകെ ശ്രീലകത്ത് തിളക്കാന്ന് പറഞ്ഞില്ല, അതുപോലെ ഉണ്ണിക്കണ്ണന്റെ പുഞ്ചിരിയായിട്ട് അങ്ങനെ നല്ല രസമായിട്ട് ആ ഉണ്ണിക്കണ്ണന്റെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. കണ്ണൻ അനുഗ്രഹിച്ചുകൊണ്ടാണ്, എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഉറക്ക നാമം ജപിക്കല്ലേ. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ ഹരേ ഹരേ.